ഞാൻ ജോലി കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇത്തള എന്നെ കാത്ത് അവിടെ ഒരു മരച്ചുവട്ടിലിരിക്കുമായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേനും ഓടി വന്നു. നടന്ന് പോണ വഴിക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടോണേ. അവങ്ങ് പെട്ടെന്ന് കിടക്കും. ഇതിൻ്റെ ഒരു കുഞ്ഞു ഇതുപോലത്തെ സ്വഭാവമുണ്ട്. ഞാനത് വേറൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഇത്തിളിൻ്റെ അതേ സ്വഭാവമുള്ളൊരു പൂച്ചക്കുഞ്ഞുണ്ട്. നാടൻ പൂച്ചയാണെങ്കിലും ഭയങ്കര സ്നേഹം കേട്ടോ. എന്നോട് ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചയാണ്. അത് കഴിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് നടന്നു പോവുകയാണ്. എൻ്റെ മുമ്പിൽ നടന്നു പോവുകയാണേ. വീട്ടിലോട്ട് എത്താറായപ്പോഴത്തേനും എൻ്റെ സൗണ്ട് കേട്ടപ്പം പീക്കിരി ഓടി വന്നു. പീക്കിരിയുടെ സ്നേഹപ്രകടനം. അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് നമ്മുടെ ഇത്തിളിൻ്റെ 2 കടിയും വെച്ച് കൊടുക്കും കണ്ടോ. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലോട്ട് കയറി. അപ്പം പൂച്ചക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. ഈ പൂച്ചക്കുഞ്ഞിനെ എപ്പോഴും കടിച്ചു വലിക്കുകയാണ് ഇവൻ്റെ മെയിൻ ഹോബി. ഓടി രക്ഷപ്പെട്ടാലും എങ്ങനെയും കടിക്കും കണ്ടോ. ഓടിച്ചിട്ട് കടിക്കും. അവൻ മുകളിൽ കയറി, മരത്തിൻ്റെ മുകളിൽ കയറി താഴെ ഇറങ്ങിയാലും പുറകെ ചെന്ന് കടിക്കും. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു കടി കൊണ്ടില്ലെങ്കിൽ പൂച്ചക്കുഞ്ഞിന് ഉറക്കം വരികയില്ലെന്ന് എനിക്ക് തോന്നി. ഇത്രയും കടിയും കൊണ്ടിട്ട് ഇത് കണ്ടോ. ഇത്ര കടി കൊണ്ട പൂച്ചക്കുഞ്ഞ് വീണ്ടും പീക്കിരിയുടെ അടുത്ത് വന്നിരിക്കുവാണേ. ഈ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ട് മുകളിലായിട്ട് വലിയൊരു മൂർഖൻ പാമ്പ് വന്നു. അപ്പോൾ ഇതിൻ്റെ അനക്കം കേട്ടിട്ട് ഈ പീക്കിരിയാണ് മൂർഖൻ പാമ്പിനെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ചേര വന്നപ്പം മുകളിൽ വെള്ളം ഉണ്ടേ. ആ വെള്ളം ഒരു കിണറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ മൂർഖൻ പാമ്പ് വന്നു. അപ്പോൾ ഈ പീക്കിരിയെ ഇപ്പോൾ നമ്മളെപ്പോഴും പീക്കിരി ചൂണ്ടിക്കാണിച്ചിട്ട് മൂർഖൻ പാമ്പ് നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഓടി ഈ സ്ഥലത്ത് ഈ പട്ടി കറക്റ്റായിട്ട് അവിടെ ചെല്ലും. പക്ഷേ നമുക്ക് ഭയങ്കര അത്ഭുതമാട്ടോ. ഇത് ഭയങ്കര അതിനെ കണ്ടുപിടിച്ച സ്ഥലത്ത് തന്നെ പോയി മണക്കും. പീക്കിരിയാണ് ഈ ആഴ്ചത്തെ ബിഗ് ഹീറോ. പീക്കിരിക്കൊരു സല്യൂട്ട്.